പ്രിയൻചേട്ടന് മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ രാവിലെ തന്നെ ഹൗസിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചത്. പ്രിയൻചേട്ടൻ ഇത്ര നേരത്തെ വരുന്ന ഞാൻ കരുതിയതേയില്ല. ഇനി അദ്ദേഹത്തിന്റെ കണ്ണിപ്പെടാതെ ഞാൻ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും? എന്തിനാ ഭഗവാനെ എന്നിങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാനിപ്പോ ഇറങ്ങുക. നീ എവിടെയാ? ഈ കുട്ടിയുടെ ഫോണായിരിക്കും അടിച്ചത്. എന്നാലും ആരും എന്താ ഫോൺ എടുക്കാത്ത? എത്ര സമയമായാലും കുഴപ്പമില്ല, അവളെ കണ്ട് സംസാരിക്കാതെ പോകുന്ന പ്രശ്നമില്ല. ചേട്ടാ. എന്താ മോളെ, എന്തിനാ എങ്ങനെ ഒളിച്ചിരിക്കുന്നേ? ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്തു തരണം. നീ കാര്യം എന്താണെന്ന് പറഞ്ഞോളെ. പ്രിയൻ ചേട്ടൻ എനിക്ക് വേണ്ടി ഗേറ്റിനടുത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അത് ശരിയാണല്ലോ, ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ചോണ്ടുവരാം. അയ്യോ ചേട്ടാ വേണ്ട, അദ്ദേഹത്തെ വിളിക്കണ്ട. നീ എന്തിനാ മോളെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നമ്മളെ പ്രിയനല്ലേ. പ്രിയൻ ചേട്ടനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടാനാ ഞാൻ ചേട്ടനെ വിളിച്ചേ. എന്തിനാ മോളെ നീ പ്രിയനീ ഇങ്ങനെ ഒളിച്ചു നടക്കുന്നേ? എന്തിനാണെന്ന് ഇപ്പൊ ചേട്ടൻ എന്നോട് ചോദിക്കരുത്. ഇതെല്ലാം ചെയ്യാൻ എനിക്ക് തക്കതായ കാരണമുണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം. പ്രിയൻ ചേട്ടൻ അവിടെ നിൽക്കുമ്പോൾ എനിക്കതിന് സാധിക്കില്ല. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിടാൻ ചേട്ടൻ എന്നെ സഹായിക്കണം. അവന്റെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെയാ മോളെ ഇങ്ങനെ ഒരു നുണ പറയുന്നത്? ചേട്ടൻ ഈ കാര്യത്തിൽ എന്നെ സഹായിക്കണം. ഞാൻ നേരത്തെ തന്നെ കമ്പനിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചേട്ടനെ കാല് പിടിക്കാം. എന്താ മോളെ ഈ കാണിക്കുന്നത്? നീ കമ്പനിയിലേക്ക് പോയെന്ന് പ്രിയനോട് പറഞ്ഞാ പോരെ? മതി. ശരി. പ്രിയ, എന്താ നീ രാവിലെ തന്നെ വന്ന്? പാറുവിനെ കാണാതെ ഒരു മനസമാധാനം കിട്ടുന്നില്ല ഏട്ടാ. അവളെയും കൂട്ടിക്കൊണ്ട് ഏതെങ്കിലും അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ആ വഴിക്ക് കമ്പനിയിലേക്ക് പോകാമെന്ന് കരുതിയതാ. പക്ഷെ ഇവിടെ വന്നത് മുതൽ ഞാൻ അവളെ വിളിക്കുക, ഫോൺ എടുക്കുന്നില്ല. ചേട്ടൻ പാറുവിനൊന്ന് വിളിക്കാമോ?